നമസ്കാരം. ട്രാക്കിന്റെ 10ാമത് വാർഷികവും ട്രാക്ക് ഡേയും റോട്ടറി ക്ലബ്ബിൽ വെച്ച് ആഘോഷിച്ചു. കേരള മോട്ടോർ വാഹന വകുപ്പ് കൊല്ലം RTO ഓഫീസിന്റെ നേതൃത്വത്തിൽ 2014 ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരുന്ന ഋഷിരാജ് സിംഗ് IPSന്റെ നിർദ്ദേശപ്രകാരം കൊല്ലം RTOയുടെയും മറ്റ് സർക്കാർ എൻഫോഴ്സ്മെന്റ് ഏജൻസികളെയും NGOയെയും സേവന സന്നദ്ധരായ ഒരു പറ്റം സുമനസ്സുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കൊല്ലം ജില്ല ആസ്ഥാനമാക്കി ആരംഭിച്ച ചാരിറ്റബിൾ സൊസൈറ്റിയാണ് ട്രോമ കെയർ ആൻഡ് റോഡ് ആക്സിഡന്റ് എയ്ഡ് സെന്റർ ഇൻ കൊല്ലം. ട്രാക്ക് അനുദിനം വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ബോധവൽക്കരണ പരിപാടികൾ, പ്രഥമ ശുശ്രൂഷ പരിശീലനം, റോഡ് അപകടങ്ങളിൽ പെടുന്നവരെ വളരെ വേഗം പ്രഥമ ശുശ്രൂഷ നൽകി ആശുപത്രിയിൽ എത്തിക്കുക, നിർധനരായിട്ടുള്ളവർക്ക് സൗജന്യ ICU ആംബുലൻസ് സേവനം നൽകുക, എല്ലാ വർഷവും ഡിസംബർ മാസങ്ങളിൽ രാത്രികാല ചുക്കുകാപ്പി വിതരണം തുടങ്ങിയ ഒട്ടനവധി സേവനങ്ങൾ കഴിഞ്ഞ 10 വർഷമായി ചെയ്തു വരുന്നു. എൻ്റെ പേര് തുളസീധരൻ പിള്ള എന്നാണ്. റിട്ടയർഡ് RTO ആണ്. ഇപ്പോൾ നിലവിൽ ട്രാക്കിൻ്റെ പ്രസിഡൻ്റാണ്. ഇപ്പോൾ ട്രാക്കിൻ്റെ 10ാമത് വാർഷികമാണ് ആഘോഷിക്കുന്നത്. അപ്പം ആ സന്തോഷ നിമിഷത്തിൽ സാറിന് എന്താണ് ട്രാക്കിനെ കുറിച്ച് നമ്മോട് പങ്കുവയ്ക്കാനുള്ളത്? ട്രാക്ക് എന്ന് പറയുന്ന സംഘടന മോട്ടോർ വാഹന വകുപ്പിൻ്റെ NGO ആയിട്ട് 2014 കൊല്ലത്ത് രൂപീകൃതമായതാണ്. ഇപ്പോൾ നിലവിൽ 10 വർഷമായി. റോഡ് അപകടങ്ങൾ മൂലമുള്ള മരണങ്ങളും കുറയ്ക്കുക എന്നുള്ള സതുദ്ദേശത്തോടു കൂടി ബോധവൽക്കരണവും അപകട രക്ഷാ പ്രവർത്തനത്തിനുള്ള ട്രെയിനിങ്ങും നൽകിക്കൊണ്ട് രൂപീകൃതമായ സംഘടനയാണ് ഇത്. കഴിഞ്ഞ 10 വർഷങ്ങളായി കൊല്ലത്തിൻ്റെ പ്രധാന ഭാഗങ്ങളിൽ, കൊല്ലം മുനിസിപ്പാലിറ്റിയിലും നഗരമേഖലകളിലും എല്ലാവരും അറിയപ്പെടുന്ന ഒരു ചാരിറ്റി സംഘടനയായി കൂടെ മാറിയിരിക്കുകയാണ്. ട്രാക്കിന്റെ പ്രസിഡന്റ് R. തുളസീധരൻ പിള്ളയുടെ അധ്യക്ഷതയിൽ കൂടിയ ചടങ്ങ് കളക്ടർ N. ദേവിദാസ് IAS ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. അപകടങ്ങളിൽപ്പെട്ട് ആദ്യത്തെ 1, 2, 3 മണിക്കൂർ, എത്ര മണിക്കൂറാണെന്നുള്ളത് കൃത്യമായിട്ട് അവർ പറയും, ഗോൾഡൻ അവേഴ്സാണ്. അവരെ കൃത്യമായിട്ട് ട്രോമ കെയർ സെൻറ്റർ അസിസ്റ്റൻസ് കിട്ടുന്ന രീതിയിലേക്ക് അവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. അവിടെയാണ് ട്രാക്കിൻ്റെ വളണ്ടിയർമാരുടെ സേവനത്തെ നമ്മൾ വിലമതിക്കേണ്ടത്. ഇത്തരത്തിൽ വളരെ ഉത്തരവാദിത്തമുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ട്രാക്കിൻ്റെ പ്രവർത്തനങ്ങൾ ഇനിയും കൂടുതൽ മികച്ചതായിട്ട് തുടരാൻ സാധിക്കട്ടെ. അതോടൊപ്പം ഈ പ്രവർത്തനങ്ങളിൽ വളരെ നിസ്വാർത്ഥമായിട്ട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ട്രാക്കിൻ്റെ വളണ്ടിയർമാരും അതിന് നേതൃപരമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അതോടൊപ്പം ഈ ട്രാക്കിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് നിരന്തരം ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന MVD വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരെയെല്ലാം ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. അപകടത്തിൽ പരിക്കേറ്റ നിർധനരായിട്ടുള്ളവർക്ക് വീൽചെയർ വിതരണം ചെയ്തു. ബസ്സിൽ നിന്ന് കാൽവഴുതി വീണ യാത്രികനെ സമയോചിതമായ ഇടപെടലിലൂടെ രക്ഷപ്പെടുത്തിയ പ്രൈവറ്റ് ബസ് കണ്ടക്ടർ ബിജിത് ലാലിനെ ചടങ്ങിൽ ആദരിച്ചു. 58 വർഷമായി മാതൃകാപരമായി ഡ്രൈവർ ജോലി ചെയ്തു വരുന്ന ശാസ്താംകോട്ട സ്വദേശി രാമചന്ദ്രൻ നായരെ ആദരിച്ചു. തങ്ങളുടേതായ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെയും ട്രാക്ക് അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും അനുമോദിച്ചു. രക്തദാനം നൽകിയവരെയും കഴിഞ്ഞ കാലയളവിൽ ട്രാക്കിനു വേണ്ടി റോഡ് അപകടങ്ങൾ കുറയ്ക്കുവാൻ വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട 100ഓളം വോളണ്ടിയർമാരെയും ആദരിച്ചു. നമ്മളിപ്പോൾ ട്രാക്കിൻ്റെ 10ാമത് വാർഷികമാണ് ആഘോഷിക്കുന്നത്. ഈ സന്തോഷ നിമിഷത്തിൽ നമ്മൾ ഇനി പ്ലാൻ ചെയ്യുന്ന പ്രോഗ്രാമുകൾ, കാര്യം നമ്മൾ ഒത്തിരി അവയർനെസ് ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായിട്ടും ട്രാക്ക് ഇന്ന് ഏതാണ്ട് 10ാമത് വർഷത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത വർഷത്തെ ഒരു പ്രോജക്റ്റായിട്ട് ട്രാക്ക് ഏറ്റെടുത്തിരിക്കുന്നത് കൊല്ലം ജില്ലയിലുള്ള 140ഓളം ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്ക് ഈ ഒരു ബോധവൽക്കരണ പരിപാടി എത്തിക്കുക എന്നുള്ളതാണ്. അത് അവർക്ക് ആജീവനാന്തം തന്നെ വലിയൊരു ഗുണകരമായി മാറുകയും ചെയ്യും. നല്ലൊരു ട്രാഫിക് സംസ്കാരം വളർത്തിയെടുക്കാൻ സാധിക്കുമെന്ന് ട്രാക്ക് വിശ്വസിക്കുന്നു. നമസ്കാരം സാറേ. ട്രാക്കിൻ്റെ സെക്രട്ടറി എന്ന നിലയ്ക്ക് ദിലീപ് സാറ് 1-2 വാക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. റോഡ് സുരക്ഷയും അതോടൊപ്പം തന്നെ റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് ഉള്ള ചാരിറ്റി സംബന്ധമായ കാര്യങ്ങളാണ് ട്രാക്ക് ചെയ്തു വരുന്നത്. ഇപ്പോൾ നമുക്കെല്ലാം അറിയാം, ഏറ്റവും കൂടുതൽ യുവാക്കൾ അപകടങ്ങളിൽ പരിക്ക് പറ്റുകയോ അല്ലെങ്കിൽ മരണമടയുകയോ ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ. അപ്പോൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കുള്ള നേർവഴി എന്ന പേരിൽ റോഡ് സുരക്ഷയിലും അതോടൊപ്പം തന്നെ നമ്മുടെ ഫസ്റ്റ് എയ്ഡിലുമുള്ള ട്രെയിനിങ് നമ്മൾ കൊല്ലം കോർപ്പറേഷൻ ഏരിയയിൽ സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം 9000ഓളം വിദ്യാർത്ഥികൾക്കാണ് അതിൻ്റെ പ്രയോജനം ലഭിച്ചത്. നമ്മളായിട്ട് ഒരു അപകടം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ നമ്മൾ മുഖാന്തരം മറ്റുള്ള ഒരാളെ അപകടത്തിലേക്ക് പെടുത്തുകയോ ചെയ്യാതിരിക്കുക. റോഡ് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണെന്നുള്ള ഒരു കൺസെപ്റ്റ് എടുക്കുക. റോഡിൽ ആരും നമ്മുടെ ശത്രുക്കളല്ല, എല്ലാവരും നമ്മളുടെ മിത്രങ്ങളാണ്. നമ്മളൊന്ന് താഴ്ന്നു കൊടുത്തെന്നും പറഞ്ഞിട്ട് റോഡിൽ ഒന്നും സംഭവിക്കത്തില്ല. അന്ന് നല്ല മാന്യതയായിട്ടും സുരക്ഷിതമായിട്ടും
വാഹനം ഓടിച്ചാൽ നമുക്ക് യാതൊരു പരിക്കുകളും കൂടാതെ വീട്ടിൽ എത്തിച്ചേരാൻ പറ്റും. എൻഫോഴ്സ്മെന്റ് RTO എസ് ബിജു മുഖ്യപ്രഭാഷണം നടത്തി. റിട്ടയർഡ് ജയിൽ DIGയും അക്കാഡമി ഓഫ് പ്രിസൺസ് ആൻഡ് കറപ്ഷൻ അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടറുമായ B പ്രദീപ്, എറണാകുളം ജില്ലാ ഫയർ ഓഫീസർ ഹരികുമാർ, വർക്കിംഗ് പ്രസിഡന്റും ജോയിന്റ് RTOയുമായ ശരത്ചന്ദ്രൻ, മുൻ റിട്ടയർഡ് DYSP അഡ്വക്കേറ്റ് രഘുനാഥൻ നായർ, മുൻ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ ചന്തു, ട്രാക്ക് സെക്രട്ടറി K ദിലീപ് കുമാർ, അഡ്വക്കേറ്റ് സന്തോഷ് തങ്ങൾ എന്നിവർ പ്രസംഗിച്ചു. ഇനിയും നിരവധി സന്നദ്ധ പ്രവർത്തനങ്ങളും ബോധവൽക്കരണവും സ്കൂൾ കുട്ടികളെ നേർവഴിയിലൂടെ പരിശീലിപ്പിക്കാനും ട്രാക്കിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ക്യാമറാമാൻ വിഷ്ണുവിനോടൊപ്പം റിപ്പോർട്ടർ സമുദ്ര വിഷൻ.